ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ നിർധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന 67ാമത് വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തി. രോഗിയായ വയോധികനെ സഹായിക്കുവാൻ സംഘടന കഴിഞ്ഞ ദിവസം ലോട്ടറി വിൽപ്പന ചലഞ്ച് നടത്തി. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനരും നിരാലംബരുമായവർക്ക് നിർമ്മിച്ചു നൽകുന്ന 67ാമത് വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും തിരുവോണത്തിനോ അവിട്ടത്തിനോ വീട് പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറുമെന്നും കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. 67ാമത്തെ വീടിന്റെ ബെൽറ്റ് വാർക്കുന്നു. ഈ വീട് ദൈവം അനുവദിച്ച ഓട വാർക്കുകയല്ല, ഓടിടുകയാണ്. അതുകൊണ്ട് തിരുവോണത്തിന്റെ അല്ലെങ്കിൽ ഔട്ടത്തിന്റെ എന്തെങ്കിലും ചിങ്ങമാസം തന്നെ ഈ വീട്ടിലിവരെ രാധികയെ കയറി താമസിപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. ഒപ്പം 68ാമത്തെ വീടിൽ നിന്ന് കട്ടള വെച്ചു, കരിവറ്റയും ചെറുതനെയും. ഒപ്പം 50 ലോട്ടറി ടിക്കറ്റ് വിറ്റ് 20,000 രൂപ ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊണ്ട് കൊടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് വളരെ സന്തോഷകരമായ ദിവസമാണ്. ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് ഒറ്റ ദിവസമാണ് ബെൽറ്റ് വാർത്ത് തറ കോൺക്രീറ്റ്. ഇതിന് സഹായിച്ചത് ഒരു ഉണ്ണിമേശയാണ് മുൻഭാഗത്തുള്ളത്. അദ്ദേഹം ഈ വീട്ടുകാരെ കണ്ടിട്ടില്ല, ഇവരാരെയും കണ്ടു. പക്ഷെ രാവിലെ വന്നപ്പോൾ ഇവരുടെ സാഹചര്യം കണ്ടപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് 5-6 പേർ ഒരുമിച്ച് നിന്നപ്പോൾ ഇന്ന് ബെൽറ്റ് വാർത്തു, ബാത്റൂമിൻ്റെ അവിടെ വാർത്തു, പാതകം വാർത്തു, തറ കോൺക്രീറ്റ് ചെയ്തു. ഈ നിൽക്കുന്ന തൊഴിലാളി സമൂഹത്തിനോട് വളരെ നന്ദി അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ ഇവരും നമ്മളോട് കൂടും. പൈസ തരുന്നവർ കൂടും, സിമെന്റ് തരുന്നവർ കൂടും. ഇന്നൊരു കട്ടള വെക്കാൻ പോയപ്പോൾ അവിടുത്തെ മേച്ചോടി വെച്ച് പറഞ്ഞു ഈ വീടിന് 2 കതവ് തരാമെന്ന് പറഞ്ഞു. അത്തരത്തിൽ നമ്മുടെ ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ വളരെ രസം. ഇതാ ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ എന്ത് ചെയ്യും? തട്ടടിക്കുന്ന ആള് മണ്ണ് കോരുവാ. തട്ടടിക്കുന്ന ആള് മണ്ണ് കോരുന്നു ഉണ്ണിച്ചേട്ടൻ. അങ്ങനെ ഈ നിങ്ങൾക്ക് കാണണം. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടാണ്. ആ പോസ്റ്റർ പിടിച്ചിരിക്കുന്ന ആളാണ് ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ ബെൽറ്റ് വാർത്തു, ബാത്റൂമിന്റെ റൂഫ് വാർത്തു, പാതകം വാർത്തു. ഇതെല്ലാം കൂടെ നമ്മുടെ ഇതേവല്ലേ മേശരി നോക്കൊന്ന് കാണിച്ചിട്ട് തറയിട്ടു. അതാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് സന്തോഷകരമായ ദിവസം. ഇതിനൊത്തുകൂടി നിൽക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കവിത മെമ്പറുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, കവിത മെമ്പർ ടീച്ചറാണ്, ഒരു മെമ്പറാണ്, ഒരു വീട്ടമ്മയാണ്. ഒപ്പം ഇത്തരത്തിൽ കരുതലിനോടൊപ്പം ചേർന്നപ്പോൾ 15 ദിവസം കൊണ്ട് വീട് തിരിയാണ്. ആ സന്തോഷത്തിൽ നിങ്ങളും പങ്കാളികളാവും. 15 ദിവസം കൊണ്ട് എല്ലാവരുടെയും സഹായത്തോടെയാണ് നിർമ്മാണം പുരോഗമിച്ചത്. നാട് നൽകുന്ന വലിയ പിന്തുണയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നതെന്നും ഷാജി കെ ഡേവിഡ് പറഞ്ഞു. രോഗിയായ വയോധികനെ സഹായിക്കുവാനായി കഴിഞ്ഞ ദിവസം ലോട്ടറി വിതരണ ചലഞ്ച് നടത്തിയതായും ഷാജി കെ ഡേവിഡ് അറിയിച്ചു. വീണ്ടും ഒരു ചലഞ്ചാണ്. ഇന്നലെ ഒരു 50 ലോട്ടറി ടിക്കറ്റ് വിറ്റു, 20,000 രൂപ കിട്ടി. ഈ ഒരു സുഖമില്ലാത്ത ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യം കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോരാൻ തോന്നിയില്ല. പകരം ഞങ്ങളെല്ലാം കൂടി ഇന്നലെ രാത്രി ചെല്ലപ്പച്ചേൻ്റെ കടയുടെ വാതിക്കലും എസന്തിയുടെ അപ്പുറത്തെ ചായക്കടയുടെ മുമ്പിലും ഒക്കെ നിന്നപ്പോൾ ദൈവം അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. അവിടെയാണ് ദൈവിക അത്ഭുതത്തെ ഞാൻ കാണുന്നത്. ഞങ്ങൾ വലിയ മിടുക്കരൊന്നുമല്ല. ഞങ്ങൾ സാധാരണക്കാർ കുറച്ച് 50 ലോട്ടറിയുമായി നിന്നപ്പോൾ അത് 20,000 രൂപയായിട്ട് മാറി. അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് 10 ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ പോലും നമുക്കൊരാളുടെ ഒരു കണ്ണുനീര് വലുതായി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ രോഗത്തിൻ്റെ സൗഖ്യം കൊടുക്കേണ്ട ദൈവമാണ്. എന്നാൽ ആ ചികിത്സയ്ക്ക് ഒരു കൈത്താങ്ങായി, ഒരു തണലായി, ആശ്വാസമായി മാറുവാൻ 50 ലോട്ടറി ടിക്കറ്റ് സാധിച്ചു എന്നുള്ളതാണ്. ഇത് സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വീണ്ടും ലോട്ടറി ടിക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒന്നും ചോദിക്കരുത്. തരാൻ പറ്റുന്നത് തന്നാൽ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായി മാറും. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ വേണ്ടി 229ാമത് ചലഞ്ചാണ്. CDN ന്യൂസ് കായംകുളം.